ഒരാൾ കവർ ചെയ്യുക, ഒരാൾ മുന്നിൽ പോയിക്കുക. അവരെങ്ങനെ എങ്ങോട്ട് ഓടിയാലും പിന്നാലെ പോണ്ട, അവരങ്ങനെ കളിച്ചോട്ടെ, ബാലൻസ് ചെയ്ത് പോവുക. നിങ്ങൾ ഫസ്റ്റ് എന്താ ഗോൾ കീപ്പറിലെ കട്ട് പോസ്റ്റാണ്. അപ്പോൾ ആ ടാർഗറ്റ് എന്ത് ചെയ്യണം? ആ ടാർഗറ്റ് കൂടി അവരെ കൂടെ സ്കോർ ചെയ്യാൻ സമ്മതിക്കരുത്. കണ്ടിന്യൂസ് ആയിട്ട് ഒരു 1.5 മിനിറ്റ് കണ്ടിന്യൂസ് ഗെയിം എഫേർട്ട് നല്ലോണം ഇടേണ്ട രണ്ടാളും വർക്ക് ചെയ്ത് കളിക്കാം. അവരിതിൽ കളിക്കും 2 vs 2. റെഡി ബോൾ റെഡി, ഈ കൊടുത്തു റെഡി. കളിച്ചോ രണ്ടുപേരുള്ള കളി. Ready again. Bye. Ready. Play on. Culture. ഇതെന്താ ബോളാട്ടെ ആ ബോൾ തോക്ക് എന്താ അവർക്ക് ഇത് എളുപ്പമാണോ? എളുപ്പല്ലേ? എങ്ങനെ എളുപ്പമാണ് പറയാൻ കാരണം എന്താ? ഇപ്പൊ എവിടെ സ്പേസ് ഉള്ളത്? ഇപ്പൊ ഈ ഗ്രൗണ്ട് സ്ഥലം ഉള്ളത് എവിടെയാണ്? അപ്പൊ അങ്ങോട്ട് പോയിക്കോ, ഈ വെറുതെ അങ്ങോട്ട് പോയി. അപ്പൊ ഡിഫൻഡറായ സഫീഖ് എന്താ ചെയ്യാ? ഇപ്പൊ ഇവിടെ എന്താ ഉണ്ടായത്? ഇപ്പൊ ആർക്ക് സ്പേസായി? അജ്മലിന് സ്പേസായി. കളിയിൽ എപ്പോഴും എന്താണെന്നറിയോ? കളിയിൽ ഈ ഒപ്പം കളിക്കുന്ന ആൾക്കാണ് എന്തുണ്ടാക്കാൻ പറ്റുക? ഇപ്പൊ അജ്മലിന്റെ അടുത്തുനിന്ന് ആരെ എങ്ങോട്ട് കൊണ്ടുപോയി? സഫീഖിനെ അങ്ങോട്ട് കൊണ്ടുപോയി. കാരണം അപ്പൊ ആ ഒരു ഒറ്റ റണ്ണിൽ എന്താ കാട്ടി? ഇവിടെ ഇഷ്ടം പോലെ സ്പേസായി. അജ്മലിന് ഇങ്ങോട്ട് തട്ടാ, നല്ല സ്കിൽഫുൾ പ്ലെയർ ആണ് എന്ത് ചെയ്യുക? ഈ പ്ലെയറെ ബീറ്റ് ചെയ്യുക. നിങ്ങൾ രണ്ടാളും അടുത്ത് വന്നോ? അങ്ങനെ അടുത്ത് വന്നിട്ട് എത്ര ബോൾ ഇപ്പം ഇതിന് മിസ്സായി? എപ്പോഴും അടുത്ത് വന്ന് നിൽക്കരുത്, സ്പേസ് കാണിച്ചു കൊടുക്കണം. അപ്പൊ അവിടെ സ്പേസ് ഉണ്ട്, ഈ അങ്ങോട്ട് ഓടി. ഇവിടെ ആണെങ്കിൽ എന്ത് വരും? അങ്ങോട്ട് ബോൾ വരും. എവിടെയാണെങ്കിലും ഇതിനുള്ളിൽ അങ്ങോട്ടും തരാം. മനസ്സിലായോ? അടുത്തടുത്ത് വന്ന് കളിക്കുക, വിട്ട് നിന്ന് കളിക്കുക. അത് വെച്ചിട്ട് അവിടെ ഇപ്പൊ ഒരു 11 ഓണാണെങ്കിൽ ആ ദുനിയാവിന്റെ അറ്റത്ത് പോയി നിൽക്കണമെന്നല്ല. ഏതാണ്ട് ഒരു 6 യാർഡ് ഒരു 8 യാർഡിന്റെ ഉള്ളിൽ നിന്നിട്ട് എന്ത് ചെയ്യുക? പൊസിഷൻ കാണിച്ചു കൊടുക്കുക. 6 യാർഡ് പറഞ്ഞത് 6 യാർഡായി. മനസ്സിലായോ? ഇതൊക്കെ കറക്റ്റാ, നിൽക്കുന്നത് കറക്റ്റാ. ഇതൊന്നും ഒക്കെ വലിയ ഗ്രൗണ്ട് ആണെങ്കിൽ അവിടെ പോയി നിന്നിട്ട് കാര്യമില്ല. ഒന്നുകൂടി അടുത്ത് വന്നിട്ട് എന്ത് ചെയ്യണം? ഇതൊക്കെ കറക്റ്റ് പൊസിഷനാണ്. ഇങ്ങനെയൊക്കെ നിന്നിട്ട് അടുത്തേക്ക് വരുന്നോറും എന്തുണ്ടാവുക? സ്പേസ് ക്രിയേറ്റ് ചെയ്യണം. എന്താ? വിത്ത് ബോൾ എന്ന് പറയില്ല, വിത്തൗട്ട് ബോൾ ഇല്ലാത്തവരെന്ത് വേണം? സ്പേസ് കാണിച്ചു കൊടുക്കണം. അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി അങ്ങനെ കാണിച്ചു കൊടുക്കണം. റെഡി ഗെയിം പ്ലേ ഓൺ. കളിച്ചോ. റെഡി പ്ലേ ഓൺ. ഗുഡ് വൺ. കാണിച്ചു കൊടുക്കാം. Good play. Foul ചെയ്യല്ലേ. ബോൾ തന്ന നിങ്ങളെന്താ എല്ലാ ബോളും അങ്ങോട്ട് കൊണ്ടേക്കണേ? നിങ്ങൾ മാറ്റിക്കോ, നിങ്ങൾ കളിക്കാൻ വന്നല്ലേ? ഇറങ്ങിക്കോ. റെഡി പ്ലേ ഓൺ. കളിച്ചോ. ഒരു ഡിഫൻഡർ ചേഞ്ച് ചെയ്യാ, സായിക്കും കളിക്ക്, FC കളിക്ക്, അനസും കളിക്ക്. റെഡി പ്ലേ ഓൺ. കളിച്ചോ. ഗുഡ് വൺ. കാണാം, ഇറങ്ങി പോയി. അതന്നെ കളി, അങ്ങനെ തന്നെ കളി. ഗുഡ് വൺ.
Good ball, good play. Again. Bye, Psycho. Na, FC, കളിച്ചോ. Good ball. സ്കോർ ചെയ്യണം. ആണെന്നല്ലോ ഈ റണ്ണ് പോയ എപ്പോഴും ഇങ്ങനത്തെ റണ്ണ് ഓടി കാണിച്ചു കൊടുത്തു വന്നാൽ പിന്നെ പിടിക്കാൻ പറ്റൂല. റെഡി അഗെയിൻ പ്ലേ ഓൺ. കളിച്ചോ. സൈഡിക്കല്ലേ മുന്നിലേക്കാണ്. അറ്റാക്ക് എപ്പോഴും ഫ്രണ്ടിലേക്കാണ്. ഫ്രണ്ടിൽ പ്ലെയറിനെങ്കിൽ മാത്രമേ ഉള്ളൂ. എല്ലാ സമയത്തും അത് ചെയ്യാനും പാടില്ല. റെഡി ഗുഡ് വൺ. ഓഫ് സൈഡ് ആവും. ഇറങ്ങി കളിച്ചെടുക്കാൻ സൈക്കിൾ വണ്ടച്ചടിച്ചോ. ഗുഡ് വൺ. യെസ് പ്ലേ സ്പീഡാണോ. ഫ്രണ്ടിക്ക് തിരി. ഗുഡ് വൺ. ഗുഡ് ബോൾ. അഗെയിൻ ഗുഡ് പ്ലേ. ബോൾ എടുക്കുക. ഡിഫൻഡർ ചേഞ്ച്. ഒരാൾ ചേഞ്ച് റെഡി പ്ലേ ഓൺ. കളിച്ചോ. സൈക്കിൾ ചേഞ്ച് ചെയ്യുക. റെഡി പ്ലേ ഓൺ. കാണിച്ചവർക്ക് വെറുതെ നിൽക്കരുത്. തന്നെ ഗുഡ് വൺ. കളിച്ചോ. ഗുഡ് വൺ. സ്പീഡാണോ. ഫ്രണ്ടിൽ കളിക്കണം പെട്ടെന്ന്. പെട്ടെന്ന് കൊടുക്കുക. ഫ്രണ്ടിൽ കളിക്കുക. വേറെ വർത്താനല്ല. ഗുഡ് ബോൾ. അതൊന്നും കളയരുത്. ആ ചാൻസ് ഒക്കെ അമ്മാരി ബോളാത്. അഗെയിൻ അസലാം ആ പ്ലെയറെ പിടിക്കുകയും ചെയ്. റെഡി പ്ലേ ഓൺ. റെഡി ഓക്കെ.